കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. സുരേഷ് ഗോപിയുടെ അനിയനും ഇരട്ട വോട്ട്. സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണി ഗോപിക്കും കൊല്ലത്തും തൃശൂരിലും വോട്ട്. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇതാണ് സുരേഷ് ഗോപിയുടെ കുടുംബ വീട്. ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയും മറ്റ് ബന്ധുക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. സുരേഷ് ഗോപി പണ്ടേ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയ ആളാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മാത്രമാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് താമസം മാറ്റിയത്. വോട്ടുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ വോട്ട് തൃശ്ശൂരിൽ ചേർക്കുകയായിരുന്നു. ഇപ്പോൾ സുഭാഷ് ഗോപിയുടെയും അതുപോലെ സുഭാഷ് ഗോപിയുടെ ഭാര്യ റാണി സുഭാഷിൻ്റെ വോട്ട്, അതായത് 1116 ക്രമനമ്പർ, അതുപോലെ 1114 ക്രമനമ്പർ റാണി, ഇങ്ങനെയാണ് ഈ വോട്ട് ചേർത്തിരിക്കുന്നത്. ഇതിൽ വിജ്ഞാന ഭവൻ ബൂത്ത്, ആ ബൂത്തിലായിരുന്നു ഇവരുടെ വോട്ട് രേഖപ്പെടുത്തൽ. കൊല്ലം ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ പെട്ടതാണ് ഈ ബൂത്ത്. ഈ ബൂത്തിൽ നിന്നാണ് അവർ പല പതിറ്റാണ്ടുകളായി ഇവരിവിടെ ഈ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളിടത്തോളം കാലമെല്ലാം വോട്ട് ചെയ്തിരുന്നതും. ഈ ജ്ഞാനലക്ഷ്മി എന്നാണ് വീട്ടുപേര്. അതായത് KBRA C 300 എന്ന് പറയുന്ന ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ നമ്പറിലാണ് ഈ വീട് നിൽക്കുന്നതും. ഇവരിപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ളവർ പറയുന്നത് ഏതാണ്ട് 1 വർഷമായി ഇവരിവിടെ ഇപ്പോൾ ഇല്ല, മഞ്ചേശ്വരത്തോട്ട് മറ്റോ താമസം മാറിയെന്നാണ് അവർക്ക് കിട്ടിയ വിവരം. അത് പൂർണ്ണമാകണമെന്നില്ല. എന്തായാലും നിലവിൽ ഇരട്ട വോട്ട് എന്ന് പറയുന്നത് വ്യാപകമായി BJP പലയിടത്തും ചേർത്തു എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിജയത്തിൻ്റെ തിളക്കം പോലും മങ്ങുന്ന തരത്തിൽ കള്ളവോട്ടുകൾ രാജ്യത്തൊട്ടാകെ ചേർത്തു എന്നുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതെല്ലാം BJPയുടെ തന്ത്രങ്ങളായിരുന്നു എന്നുള്ള കാര്യം ബോധ്യമാവുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.